കിലോമീറ്റർ ആകെ ഓടിയത് 9,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തന്നില്ല. പിന്നെ ഇതിന് വണ്ടിക്ക് 2026 5-ാം മാസം വരെ ഈ വണ്ടിക്ക് നമുക്ക് വാറണ്ടി ഉണ്ട്. പിന്നെ അതേമാതിരി 2027 5-ാം മാസം വരെ ഈ വണ്ടിക്ക് AMC പാക്ക് ഉണ്ട്. ഇത് 2018 മുകളിൽ ദിവസത്ത് വണ്ടി. വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് അങ്ങനെ മേജർപ്പെട്ട വർക്കൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ഷീറ്റ് വർക്ക് എടുത്ത വണ്ടിയാണ്. CF പേപ്പറൊക്കെ എല്ലാം പക്ക ക്ലിയർ ആണ് വണ്ടിന്റെ. ഇത് 2021 മുകളിൽ വണ്ടിയാണ്. പക്ഷേ 23 രജിസ്ട്രേഷൻ വണ്ടി ഉള്ളത് വണ്ടി ഇറങ്ങുന്ന സമയത്താണ്. പിന്നെ വണ്ടി കിലോമീറ്റർ ആകെ ഓടിയത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടിക്ക് വാറണ്ടി ഉള്ളതാണ്. നമുക്ക് 10,000 കിലോമീറ്റർ അല്ല 6 മാസം വരെ എഞ്ചിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് തേയ്മാനാത്ത പാർട്സ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ബിസിനസ് പർപ്പസിനൊക്കെ വേണ്ടി ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ നോക്കി നടക്കുന്ന ആളാണോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, അത് നല്ലൊരു കൊമേഴ്ഷ്യൽ വണ്ടി, സാധാരണ ഓടിത്തഴിഞ്ഞ വാറണ്ടി ഒന്നും ഇല്ലാത്ത വാഹനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ വാറണ്ടിയോട് കൂടി കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്ത കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. നമ്മൾ ക്യാപ്സ് മോട്ടോഴ്സിനാണ് വന്നിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം. സുഷിൻ, സ്വാഗതം. സുഖല്ലേ? എങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു, പക്ഷേ എൻക്വയറി എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോഴും പോകുന്നുണ്ട് അല്ലേ? ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല. അതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് അത്ര ആൾക്കാർ ഡിമാൻഡ് ഉണ്ട്. അതാണ് നമ്മൾ വീണ്ടും ഡിമാൻഡ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന വണ്ടീന്റെ വാറണ്ടിയും കാര്യങ്ങളും പിന്നെ വണ്ടീന്റെ കിലോമീറ്റർ ഒക്കെ വരുമ്പോൾ ആൾക്കാർക്ക് അത് സാറ്റിസ്ഫൈഡ് ആണ്. ഇടയ്ക്ക് മാറ്റി ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും പെട്ടെന്ന് ആൾക്കാർ കാണൂല, പക്ഷേ ആൾക്കാർ കാണുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഏതൊക്കെ സെഗ്മെന്റ് ഉണ്ട്? ഇന്നിപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇൻട്രാന സെഗ്മെന്റ് ഉണ്ട്. പിന്നെ അതേമാതിരി ബഡാ ദോസ്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്ന അധികത്തിനുണ്ട്. ദോസ്തില്ലേ ദോസ്തിലെന്ന് സാധാ ദോസ്ത് ഉണ്ട്, ബഡാ ദോസ്ത് ഉണ്ട്, പിന്നെ ഇൻട്രാ കണ്ടെയ്നർ ബോഡി വന്നിട്ടുണ്ട്, പിന്നെ അതേമാതിരി തന്നെ സുപ്രോ വണ്ടി വന്നിട്ടുണ്ട്, പിന്നെ മെഗ ഉണ്ട്, ക്ലോസ് ബോഡി വണ്ടികളുണ്ട്. അതായത് നിങ്ങൾ ടാറ്റയുടെ വണ്ടിക്കല്ലേ വാറണ്ടി കൊടുക്കുന്നത്? ടാറ്റ വണ്ടികൾ വാറണ്ടി കൊടുക്കുന്നത്. മറ്റുള്ള വണ്ടികൾ ഞങ്ങൾ സർവീസിലെ പക്കയാണ്. ഒരു ചെക്കിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സർവീസിനെ പനി ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്തെടുക്കുന്നല്ലോ? ഓക്കെ, ഇൻസ്പെക്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തായാലും വന്നെടുക്കാം. ഈ ലൊക്കേഷൻ വരുന്നത് ഫറൂഖിനടുത്തായിട്ടാണ്. കറക്റ്റ് പ്രോപ്പർ എവിടെയാണ്? കോഴിക്കോട്. ഇത് കുണ്ടായിത്തോട്. ഓക്കെ, ഹൈവേ സൈഡ് തന്നെയാണ്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ ടാറ്റയിലെത്തി. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്നത് ടാറ്റ ഇൻട്രാ V30 അല്ലേ? AC ആണ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2024 മുകളിൽ വണ്ടിയാണ്. കിലോമീറ്റർ ആകെ ഓടിയത് 9,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തന്നില്ല. പിന്നെ ഇതിന് വണ്ടിക്ക് 2026 5-ാം മാസം വരെ ഈ വണ്ടിക്ക് നമുക്ക് വാറണ്ടി ഉണ്ട്. പിന്നെ അതേമാതിരി 2027 5-ാം മാസം വരെ ഈ വണ്ടിക്ക് AMC പാക്ക് ഉണ്ട്. നമുക്ക് സർവീസ് ഫ്രീ ആയിരിക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറെ പാർട്സ് നമുക്ക് എന്താ പറയുക ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ലേബർ ചാർജ് ഉണ്ടാവില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. AMC പാക്ക് എടുത്ത് പരിചയ ആൾക്ക് അറിയാൻ പറ്റും. ഈ വണ്ടികൾക്ക് AMC പാക്ക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആണ് വണ്ടി. പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ടൈം കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമോ? എടുക്കാം. നമുക്കത് എന്താ പറയാ, അത് AMC പാക്ക് കഴിയുന്നത് കൊണ്ട് മുന്നേ നമുക്ക് പോയിട്ട് വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ടാറ്റ ഷോറൂമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു. അത് എത്ര വരെയുള്ള? 2027 5-ാം മാസം വരെ. 5-ാം മാസം വരെ. പിന്നെ 2026 5-ാം മാസം വരെ വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ 9,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഇൻട്രാ V30. ടിപ്പർ. അത് AC ടിപ്പർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ ടിപ്പർ ബോഡി ബാക്ക് മുന്തും ഹൈഡ്രോളിക്കലി മറിക്കാൻ പറ്റും. മറിക്കാൻ പറ്റും. അത് ശരി. ഓക്കെ, അപ്പോൾ ആ ടൈപ്പാണ്, ടിപ്പർ ടൈപ്പാണ്. പിന്നെ ഓപ്പൺ ആണ്. എത്ര ലോഡ് കപ്പാസിറ്റി? ഇതിനൊരു 3 വരെ ലോഡ് കപ്പാസിറ്റി കിട്ടും. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ ചോദിച്ച വില 9 ലക്ഷം രൂപ. 9 ലക്ഷത്തിന് വാറണ്ടിയിൽ നിൽക്കുന്നത്. 2026 5-ാം മാസം വരെ വാറണ്ടി, 27 5-ാം മാസം വരെ AMC പാക്കേജ് ഉണ്ട്. ഓക്കെ, നല്ല രീതിയിൽ ബിൽഡ് ചെയ്തൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഏത് സൈഡ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി ലോഡ് കേട്ടോ. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഇതിനൊരു 8 ലക്ഷം രൂപ എടുത്തിട്ട് ഫിനാൻസ് കയറേണ്ട ആണ്. വീണ്ടും ഒരു ഇൻട്രാ V30 തന്നെ, ടാറ്റയുടെ ഇൻട്രാ V30 KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. മെൽമ വണ്ടിയാണ്. മിൽമന്റെ അതിന്റെ അതേമാതിരി തന്നെ ബോഡിയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബോഡി, അതായത് പുറത്ത് ഷീറ്റ്, അതിന്റെ ഉൾഭാഗത്ത് നമുക്ക് എന്താ പറയാ നമ്മുടെ സ്പോഞ്ച് ഉണ്ടല്ലോ, ടെർമോക്കോളെ, അത് വെച്ച് അതിന്റെ പുറത്ത് പിന്നെ സ്റ്റീല്. അതായത് ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് നിൽക്കുന്ന രീതിയിലാണ് വണ്ടിന്റെ. തണുപ്പാലും അങ്ങനെ തന്നെ നിൽക്കും. ആ കൂളിംഗ് നിന്നോ പുറത്തേക്ക് പോകില്ല, ഈ ട്രാൻസ്ഫർ ഉണ്ടാവില്ല. അതെ.
അപ്പോൾ എങ്ങനെ ബാക്കി കാര്യങ്ങൾ? ഇത് 2021 മോഡൽ വണ്ടിയാണ്, പക്ഷേ 23 രജിസ്ട്രേഷൻ വണ്ടി ഉള്ളത്. വണ്ടി ഇറങ്ങിയ സമയത്താണ്. പിന്നെ വണ്ടി കിലോമീറ്റർ ആകെ ഓടിയത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടിക്ക് വാറണ്ടി ഉള്ളതാണ്. എത്ര വാറണ്ടി? നമുക്ക് 10,000 കിലോമീറ്റർ അല്ല 6 മാസം വരെ എഞ്ചിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് തേയ്മാനാത്ത പാർട്സ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. ഓക്കെ. എന്തായാലും ഇങ്ങനത്തെ ഒരു വണ്ടി നിങ്ങളൊരു മിൽമ പർപ്പസിന് തന്നെ അല്ലെങ്കിൽ ഇതുപോലെ മൾട്ടിപർപ്പസ് മിൽമക്കാണ് മിൽമക്ക് യൂസ് ചെയ്യാം, തണുപ്പുള്ള സാധനം അത് അങ്ങനെയാണ് യൂസ് ചെയ്യാം. ഇനി അതല്ല സാധാരണ പർപ്പസ് യൂസ് ചെയ്യാം. ഈ മഴയൊക്കെ അതിനെ കൊണ്ട് ഈ ഒരു കൂട് വണ്ടികൾക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട്. നനഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല, ബോക്സ് ഐറ്റംസ് ഒക്കെ. അതും വാറണ്ടിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമ്മൾ ചോദിച്ചാൽ 5,87,000 ചോദിച്ചിട്ടുള്ളൂ. 5,85,000. ഇതിലിപ്പോ പേപ്പേഴ്സ് ഈ ക്ഷേമനിധി എന്നൊക്കെ പറഞ്ഞാൽ അത് അറിയാത്തൊരു സംഭവമാണ്. ക്ഷേമനിധി പേപ്പർ ഇതിനിടയ്ക്ക് ഗവൺമെന്റ് ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാവരും ടാക്സ് അടയ്ക്കാൻ പറ്റും. ഇപ്പൊ വീണ്ടും ക്ഷേമനിധി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഒരു 2018 മോഡൽ 19 മോഡൽ വണ്ടിയാണ്. ആ സമയത്ത് ക്ഷേമനിധി അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഉപയോഗിക്കുന്ന സമയത്ത് ക്ഷേമനിധിന്റെ ടാക്സ് അടയ്ക്കാൻ വരിക. അപ്പൊ ആ ക്ഷേമനിധി പേപ്പർ ക്ലിയർ ആക്കാൻ എന്തായാലും ഒരു 19 മോഡൽ വണ്ടിക്കാണ് ഏറ്റവും മിനിമം ഒരു 13,000 രൂപ 16,000 രൂപ ക്ഷേമനിധി വരും. സാധാരണ ചെറിയ വണ്ടികൾക്ക്. വലിയ വണ്ടി അതിൽ കൂടുതൽ വരും. നമ്മൾ ഈ പറഞ്ഞ എല്ലാ വണ്ടികളും ക്ഷേമനിധി എല്ലാ പേപ്പറൊക്കെ ക്ലിയർ ആക്കിയുള്ള റേറ്റ് നമ്മൾ പറയുന്നത്. എല്ലാം ക്ലിയർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ്. ഇനിയിപ്പോൾ പറയാൻ പോകുന്ന വണ്ടികൾക്ക് ഓക്കെ ആക്കാൻ പറ്റും. ഓക്കെ. എന്തായാലും ലോണ് ഒരു 5 lakhs കിട്ടും. ഫുള്ള് ആദ്യ വാഹനം മഹീന്ദ്രയുടെ സുപ്രോ ആണ്. ഇവിടെ ഏറ്റവും അധികം കോൾസ് വരുന്ന ഒരു കൂടുതൽ ഇത് തന്നെയാണ്. ഓക്കെ. ഇത് KL 55 തിരൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇതിന്റെ? ഇത് 2019 മോഡൽ വണ്ടിയാണ്. നല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് വെട്ടുമുട്ടൊന്നുമില്ല. CF പേപ്പർ ഒക്കെ പുതിയ എടുത്ത വണ്ടി തന്നെയാണ്. ഓട്ടം എത്ര പോയി? ഓട്ടം കിലോമീറ്റർ 1 സംതിങ് ആണ് ഓടിയത്. 19 മോഡലാണ്. 19 മോഡൽ വണ്ടി. അതിന്റെ ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് വരുന്ന വണ്ടിയാണ്. ഷീറ്റ് വെയിലേക്ക് അടിച്ച വണ്ടി തന്നെയാണ്. വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി ഒന്നുമില്ല. ഓക്കെ. ഫുൾ ഇവര് നോക്കിയിട്ട് തന്നെ എടുത്ത വണ്ടിയാണ്. അപ്പോൾ ധൈര്യത്തിൽ കൊണ്ടുപോകാം. എക്സ്പെക്ട് ചെയ്തെടുത്ത വണ്ടിയാണ്. ചെക്ക് എടുക്കാൻ തരും. ഇത് സ്പ്രിംഗ് വരെയുള്ള ലീഫാ? ഇതിന് വരുന്നത് ലീഫാണ്. അതെ, ലീഫാണ്. ഈ വണ്ടി വരുന്ന ലീഫാണ്. ഫ്രണ്ടും ബാക്കും ലീഫാണ് വരിക. എത്രയാണ് ലോഡിംഗ് കപ്പാസിറ്റി? എങ്ങനെ? ഇത് നമുക്കൊരു 2ന്റെ അടുത്ത് 2-2.5 ആ ടണ്ണ കയറിപ്പോ വണ്ടി സുഖമായിട്ട് കയറിപ്പോ. അത്യാവശ്യം നല്ല രീതിയിൽ പോണ വണ്ടിയാണ്. ഓക്കെ. 19 മോഡൽ വാഹനമാണ്. എത്രയാണ് ഇതിനിപ്പോൾ ചോദിക്കുന്നത്? ഇതിനിപ്പോൾ നമ്മൾ ചോദിച്ചത് 3,10,000. 3,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. പ്രൈസ് നമ്മൾ ഫൈനൽ പറയൂലല്ലോ ഒന്നും? നമ്മൾ ഏകദേശം കൊടുക്കുന്ന റേറ്റാണ് പറയുന്നത്. ഇനിയിപ്പോൾ കസ്റ്റമർ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ലോൺ എത്ര കിട്ടും ഇതിന്? ലോൺ ഏകദേശം ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർ, ഒറ്റ യൂസിലുള്ള വണ്ടിയാണ്. ഓക്കെ. വേറെ വർക്കൊന്നുമില്ല. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ഫുൾ ലോണിൽ ഇത് കൊണ്ടുപോകാം. അടുത്ത വണ്ടി നോക്കാം. അടുത്തതാ ബഡാ ദോസ്. ഇവിടെ ഉള്ള ഏറ്റവും വലിയ വണ്ടി ഇപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിൽ ഏറ്റവും വലിയ വണ്ടിയാണ്. KL 13 വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡൽ i4 ആണ്. 21 മോഡൽ i4 ബഡാ ദോസ്ത് i4. ഷീറ്റ് വെയിലൊക്കെ അടിച്ച വണ്ടി തന്നെയാണ്. വേറെ മേജർ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. ഒരു കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇപ്പൊ ലാസ്റ്റ് സർവീസും കൂടി ചെയ്തിട്ടുള്ള കമ്പനിയിൽ നിന്ന്. നോൺ AC വണ്ടിയാണ് വരുന്നത്. നോൺ AC അല്ലേ? ഓക്കെ. 21 മോഡലാണ്. വാറണ്ടി കാര്യമൊന്നും വരില്ല, കാരണം ലാലൻഡ് ആണല്ലേ? ലാലൻഡ് മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് വണ്ടി ഇപ്പോൾ ചോദിച്ചത് 6,15,000. 6,15,000. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ കിട്ടും. 6,15 നിങ്ങൾക്ക് 2021 ബഡാ ദോസ് i4 നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ വർക്ക് കാര്യമൊന്നുമില്ല. ഷീറ്റ് വെയിലൊക്കെ അടിച്ച വണ്ടിയാണ്. വണ്ടി എടുക്കാൻ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ എല്ലാ പേപ്പറും എല്ലാം ഫിറ്റ് ആണ് വണ്ടിയിൽ. ഇപ്പൊ ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്ത് കൊടുക്കും. അതേമാതിരി തന്നെ അതിന്റെ ടാക്സ് കാണാൻ എല്ലാം അടച്ച് സെറ്റ് ആയിട്ട് കൊടുക്കും. നേരത്തെ കണ്ട സൂപ്രോ അതിന്റെ എല്ലാ വണ്ടിയിൽ ഇപ്പൊ ബ്രേക്ക് എല്ലാം ഫിറ്റ് ആണ്. ഫിറ്റ്നസ് എല്ലാം ഫിറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിന്റെ പേപ്പർ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒക്കെ എടുത്ത് നമ്മൾ ക്ലിയർ കൊടുക്കും. ഓക്കെ. അടുത്ത വണ്ടി നല്ലൊരു അടിപൊളി മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ബഡാ ദോസ് അല്ലേ? പെയിന്റിൽ ഒരു അട്രാക്ഷൻ തോന്നുന്ന വണ്ടി. ഇവരെ 3 വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് മൊത്തമായിട്ട്. ഇതിപ്പോ അവര് ലാസ്റ്റ് വണ്ടിയാ. എല്ലാ വണ്ടി അവര് ഒരു വണ്ടി ബ്ലൂ, ഒരു വണ്ടി ഒരു ഓറഞ്ച്, ഇത് ബ്ലാക്ക്. ലാസ്റ്റ് വണ്ടി അപ്പൊ ഏതാ രജിസ്ട്രേഷൻ വരുന്നത്? ഇത് നമ്മുടെ ഇവിടുത്തെ KL 65 തിരൂരാണ്, മലപ്പുറം ജില്ല. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2022 മോഡല് i3+ പറഞ്ഞ വണ്ടിയാണ്. i3+ ആണോ? അതെ. ഇതുമായി തന്നെ ഫുൾ വർക്ക് എടുത്ത് എല്ലാ ഷീറ്റും വെയിലൊക്കെ വർക്ക് അടിച്ച വണ്ടി തന്നെയാണ്. വേറെ മേജർ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തരുന്നില്ല. വണ്ടി നല്ല പക്ക ക്വാളിറ്റി വണ്ടിയാണ്. ബഡാ ദോസിലെ ശരിക്കുള്ള ലോഡ് കപ്പാസിറ്റി എത്ര വരിക?
ബഡാദോസിന്റെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പേലോഡ് പറഞ്ഞത് എത്ര 1.5-2 അടുത്താണ് പറയുന്നത്. പക്ഷെ ഈ വണ്ടിനകത്ത് പറഞ്ഞാൽ 3 ടണ്ണ് 4 ടണ്ണ് വരെ വലിച്ചു പോകുന്നു പറയുന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് ഞങ്ങൾ 5 വരെ കൊണ്ടുപോകാറുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് ഇത്ര കപ്പാസിറ്റി വലിച്ചു പോകുന്നത് നമ്മൾ പറയാറുണ്ട്. അത് എല്ലാ സ്ഥലത്തും കയറ്റമൊക്കെ കയറി പോകും, ഒക്കെ കയറി പോകുന്നുണ്ട്. എങ്കോർ ഏറ്റവും കൂടുതൽ ബഡാദോസ് വരാനുള്ള കാരണം തന്നെ അതിന്റെ വലിവാണ് പറയുന്നത് എൻ്റെ അടുത്ത്. അത്രയും ഒരു വലിയ വണ്ടി ഉണ്ട് ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരാൾ. ഓക്കെ, അപ്പോൾ മോഡൽ ഏതാ പറഞ്ഞത്? 2022 മോഡൽ. 22 ആണല്ലേ? അതെ. ഓക്കെ, ഇത് നോൺ എ സി അല്ലേ? എങ്ങനെ AC വരാത്ത ടൈപ്പ് അല്ലേ? AC ടൈപ്പ് ഉണ്ട്. AC ഉള്ളതാ? AC ടൈപ്പാണ്. AC ഉള്ള ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട AC ഇല്ലാത്തതാണ്, ഇത് AC വരുന്നതാണ്. എത്ര രൂപ ചോദിക്കുന്നത്? ഇത് 6 രൂപ ചോദിച്ചത്. 6,50,000 രൂപ. 2022 i3 പ്ലസ് അല്ല? ഓക്കെ, ഇത് ഫുൾ ഓൺ വരും? ഫുൾ ഓൺ വരും. എല്ലാത്തിനും കിട്ടും? ഫുൾ ഓൺ. നമ്മൾ സാധാരണ കാറ് പോലെ വേറെ ഇഷ്ടമല്ല, ഇത് ഫുൾ ഓൺ അധികത്തിന് ഫുൾ ഓൺ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത വീണ്ടും ഒരു ബഡാദോസിന്റെ ചാകരയാണ്. KL 76 നന്മണ്ട രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ഇല്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡൽ i3 എന്ന് പറഞ്ഞ വേരിയന്റ്. i3 AC വരുമോ? ഇത് നോൺ AC വണ്ടിയാണ്. നോൺ AC ആണ് അല്ലേ? ഓക്കെ, പിന്നെ ഇത് നമ്മൾ ചോദിക്കുന്നത് 6.25 ലക്ഷം റുപ്യാണ്. 6,27,000. ക്ലെയിം കാര്യം അങ്ങനത്തെ ഒന്നുമില്ല. വണ്ടി നല്ല പക്ക വണ്ടിയാണ്. ഓക്കെ, ബോഡി ഇത് ഓപ്പൺ ടൈപ്പ് അല്ല? ഇതൊക്കെ ഓപ്പൺ ടൈപ്പ് വണ്ടികളാണ്. ഇപ്പോഴുള്ള എല്ലാ ബഡാദോസും ഇവിടെ കംപ്ലീറ്റ് ഷീറ്റ് വർക്കും വേലി വർക്കും ഒക്കെ എടുത്ത വണ്ടിയാണ്. അതുകൊണ്ട് ആ ഒരു വർക്കില്ല. പക്ഷേ ഷീറ്റ് വർക്ക് വേലി വർക്ക് ഈ വണ്ടിക്ക് എടുക്കുമ്പോൾ ഏറ്റവും മിനിമം ഒരു 60,000 റുപ്യൻ്റെ അടുത്ത് ഏറ്റവും മിനിമം വരും. ഒരു 60,000 റുപ്യ 70,000 റുപ്യ ഏറ്റവും മിനിമം വരും. ഒക്കെ നല്ല അത്യാവശ്യം നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് എടുത്തത് ചെയ്തത്. ഓണർഷിപ്പ് അല്ല സിംഗിളാ? ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. ഒക്കെ നമ്മുടെ കമ്പനികൾക്ക് ഓടിയ വണ്ടികൾ അങ്ങനെ എക്സ്ചേഞ്ചിങ് ആണ് നമുക്ക് വരുന്ന അധികം വണ്ടികളൊക്കെ. പിന്നെ ഒരുവിധം നമ്മളെല്ലാ വണ്ടികളും ചെക്ക് ചെയ്തെടുത്തതിനെ കൊണ്ട് വലിയ മേജർ കംപ്ലൈൻസ് ഒന്നുമില്ല. പിന്നെ ഈ വണ്ടീന് ഇപ്പോൾ സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അതേമാതിരി ഈ വണ്ടിയുടെ സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. കമ്പനി എല്ലാം ചെയ്തത് അപ്പോൾ കംപ്ലൈൻസ് ഇല്ല, അതിന് റെക്ടിഫൈ ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട്. ആരും ബഡാദോസ് നമ്മൾ കൊടുത്ത വണ്ടി ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞതിന് വന്നിട്ടില്ല. എല്ലാം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ വണ്ടി എല്ലാം സർവീസ് പക്ക ആവുമ്പോൾ ആൾക്കാർക്കും അതൊരു ഗുണത്തിൽപ്പെടുന്ന കാര്യമാണ്. എത്ര ഇനിയിപ്പോൾ 6.25 ലക്ഷം റുപ്യ. 6,25,000. 2022 i3 നോൺ AC വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ട് വിളിച്ചോളൂ. അടുത്ത ലോൺ നമുക്കൊരു ഫുൾ ലോൺ കിട്ടൂലേ? 100% ലോൺ കൊടുക്കാം. അതെ. ഓക്കെ, അടുത്ത ടാറ്റയുടെ ഏസ് മാജിക് ആണ്. ഇത് കൊമേഴ്ഷ്യൽ വണ്ടിയല്ല, പാസഞ്ചർ ടൈപ്പ് അല്ലേ? സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി. 7 സീറ്റർ വണ്ടിയാണ്. ആ പെർമിറ്റ് തന്നെയുള്ളത് അല്ലേ? അല്ല, സ്കൂൾ പർപ്പസ് അല്ല, നോർമൽ പെർമിറ്റ് ഉള്ളത്. നോർമൽ പെർമിറ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് എന്ത് മൾട്ടി പർപ്പസ് യൂസ് ചെയ്യാം. സ്കൂളിൽ വേണമെങ്കിൽ കോൺട്രാക്ട് ബേസിൽ ഓടും ചെയ്യാം, പുറത്തുനിന്ന് കുറച്ച് യൂസ് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. എങ്ങനെയാ മോഡൽ കാര്യങ്ങളൊക്കെ? 2015 മോഡൽ വണ്ടിയാണ്. വേറെ കാര്യപ്പെട്ട വർക്കൊന്നുമില്ല. ഇനി നമ്മൾ പുതിയ CF പേപ്പർ എടുത്തു കൊടുത്തിട്ട് നമ്മൾ ചോദിക്കുന്ന വില 2.85 ചോദിക്കുന്നുണ്ട്. 2,85,000. 2015 ഏസ് മാജിക് ആണ്. പുതിയ പേപ്പർ എല്ലാം എടുത്ത് തന്നതിന് ശേഷമുള്ള വിലയാണ്. ഓക്കെ, വേറെ വർക്കൊന്നും ഇല്ലല്ലോ വണ്ടി? വേറെ വർക്കൊന്നുമില്ല. നമ്മുടെ CF എടുക്കാൻ പറഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ വർക്ക് കഴിയും. പെയിന്റ് വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, ബാക്കി ഷീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. എല്ലാം സെറ്റ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ അല്ലേ? കൊടുക്കുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ലോൺ ചാൻസ് ഉണ്ട് ഇതിന്? ലോൺ ചാൻസ് ഉണ്ട്. എത്ര കിട്ടും? ലോൺ ഒരു 2 lakhs വരെയൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഓക്കെ, അടുത്ത വാഹനം KL 10 രജിസ്ട്രേഷനുള്ള അശോക് ലാലൻ ദോസ്താണ് അല്ലേ? ബഡാദോസ് കണ്ടില്ല? എങ്ങനെയാ ഇത്? 2018 മോഡൽ ദോസ്ത് വണ്ടി. വേറെ ആക്സിഡന്റ് വർക്ക്, റീപ്ലേസ്മെന്റ്, അങ്ങനെ മേജർപ്പെട്ട വർക്കൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ഷീറ്റ് വർക്ക് എടുത്ത വണ്ടിയാണ്. CF പേപ്പറൊക്കെ എല്ലാം പക്ക ക്ലിയർ ആണ് വണ്ടിയിൽ. പിന്നെ ഷാമേജ് പേപ്പർ ആയിട്ട് അടയ്ക്കാനുള്ളത് അത് ഞങ്ങൾ അടച്ചു തരും. മോഡൽ എത്ര പറഞ്ഞാൽ 10? 2018. അതെ. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല? നല്ല വണ്ടി. ഓക്കെ, ഓടിക്കാൻ നല്ല ഫിറ്റാണ്, കാര്യങ്ങളൊക്കെയുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 3,70,000 രൂപ ചോദിച്ചിട്ടുള്ളൂ. 3,77,000 2018 ദോസ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. നോൺ AC വാഹനമാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലോഡ് വരുന്ന വണ്ടിയല്ലേ? പിന്നെ ദോസ്തിനെ കുറിച്ച് ആർക്കൊരു പേപ്പറൊക്കെ എല്ലാം ഫിറ്റ്? എല്ലാ പേപ്പറും എല്ലാം ഓക്കെയാണ്. ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100% ലോൺ. ഫുൾ ലോൺ. ഇതെല്ലാം ഫുൾ ലോൺ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ, അതുണ്ട്. അതായത് വണ്ടിക്ക് കിട്ടും. ബാക്കി നിങ്ങളെ സിബിൽ സ്കോർ ഒരു മിനിമം 700 മുകളിൽ വേണ്ടി വരും. പിന്നെ പ്രോപ്പർ ട്രാക്ക് ഉണ്ടായിരിക്കണം. അത്യാവശ്യം ട്രാക്കിന് വലിയ പ്രശ്നം കേട്ടോ. ഈ കൊമേഴ്ഷ്യലിൽ ഇപ്പോൾ ട്രാക്ക് പറഞ്ഞ സംഭവത്തിൽ വലിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല. അതായത് സിബിൽ സ്കോർ കാര്യം സെറ്റ് ചെയ്ത് തന്നാൽ മതി. മറ്റേ ഒരു വലിയ അടവ് തെറ്റിയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടവ് തെറ്റിയിട്ട് പ്രശ്നം ഉണ്ടാവരുത്. പിന്നെ അതേമാതിരി തന്നെ മറ്റേ എന്താ പറയുക, വലിയ രീതിയിൽ ട്രാക്ക് വേണം, IT വേണം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ വണ്ടിക്കില്ല. ലോൺ കിട്ടും. അല്ല, IT വേണ്ട, ട്രാക്ക് അതായത് ആ ട്രാക്ക് കൊണ്ടുപോയാൽ മതി.
വലിയ ട്രാക്ക് ആണെങ്കിൽ 2-3 വണ്ടി വേണം, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഈ വണ്ടിക്ക് വരുന്നില്ല. നല്ലൊരു പ്രശ്നമാണ്. അതേപോലെ ഫസ്റ്റ് ലോൺ എടുക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ലേശം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കിട്ടാൻ? അത് പിന്നെ അവർ സൗകര്യം ചെയ്ത് കൊടുക്കും. അടുത്ത ഇൻട്ര എത്തിയിരിക്കുകയാണ്. KL55 തിരൂർ രജിസ്ട്രേഷൻ വാഹനം. ഇത് ക്ലോസ്ഡ് ടൈപ്പ് ബോഡിയാണല്ലേ? ക്ലോസ്ഡ് ബോഡി കണ്ടെയ്നർ ബോഡി. അത് കണ്ടെയ്നർ ബോഡി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ് വണ്ടി. AC വണ്ടിയാണ്. വാറണ്ടി ഉണ്ടാവില്ല അപ്പോൾ? വാറണ്ടി ഉണ്ട്. എത്ര വരെ? 10,000 കിലോമീറ്റർ അല്ല 6 മാസം വരെ നമുക്ക് എഞ്ചിന് വാറണ്ടി ഉണ്ട്. വണ്ടി വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. നല്ല വണ്ടിയാണ്, കമ്പനി സർവീസിൽ ചെയ്ത വണ്ടിയാണ്. പിന്നെ കസ്റ്റമർക്ക് പിന്നെ എഞ്ചിൻ വാറണ്ടി കൊടുക്കുമ്പോൾ തന്നെ ഒരു ഇതാണ്, നമ്മൾ കൊടുക്കുന്ന വാറണ്ടി ഇല്ല, സർട്ടിഫൈഡ് ടാറ്റന്റെ വാറണ്ടി തന്നെയാണ്. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല, അതെ, മേജർ ക്ലെയിം ഒന്നും ഇല്ല. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ തന്നെ അല്ലേ? അതെ അതെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 6,000 രൂപ ചോദിച്ചിട്ടുള്ളൂ. 2022 ഇൻട്ര V30 AC വണ്ടിയാണ്. AC എല്ലാം വർക്കിംഗ് അല്ലേ? AC എല്ലാം പക്ക. AC ഇല്ലാത്ത വണ്ടി നമ്മൾ AC പറയാൻ പറ്റില്ലല്ലോ. അല്ല, AC ഉണ്ട്, പക്ഷേ പറ്റില്ല. അതായത് ഓക്കെ, അപ്പോൾ AC എല്ലാം വരുന്ന വാഹനമാണ്. 6,25 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? ഏകദേശം നമുക്ക് ഫുള്ള് ലോൺ കിട്ടും. ഫുള്ളും ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ടാറ്റ എയ്സ് മെഗാ എക്സൽ. എക്സ്ട്രാ ലാർജ് തന്നെയാണ്? അത് എക്സ്ട്രാ ലാർജ് തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ വണ്ടിയാണ്. വണ്ടിക്ക് വേറെ ആക്സിഡന്റ് വർക്ക് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. A to Z കമ്പനി സർവീസ് ചെയ്ത വണ്ടി തന്നെയാണ്. വണ്ടി പിന്നെ പക്ക അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അപ്പം CF പേപ്പർ എടുത്ത വണ്ടിയാണ്. ഇത് ക്ലോസ്ഡ് ബോഡി അല്ല? ക്ലോസ്ഡ് ബോഡി തന്നെയാണ്. ക്ലോസ്ഡ് ബോഡി. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പറയാം ഈ വണ്ടി. ഇത് AC വരുന്നതാ? AC ഇല്ല, പവർ സ്റ്റിയറിംഗ് ഉണ്ടോ വണ്ടിക്ക്? പവർ സ്റ്റിയറിംഗ്. അതെ. പിന്നെ CF പേപ്പർ എടുത്തിട്ടുള്ളൂ. ഇൻഷുറൻസ് ഇപ്പോൾ കഴിയാനായിട്ടുണ്ട്. നമ്മുടെ ഇൻഷുറൻസ് പുതിയ എടുത്ത് കൊടുക്കും. എന്തായാലും ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ വണ്ടിക്കും പേപ്പർ ഫുൾ ക്ലിയർ ആക്കിയിട്ട്, ഷേവനിന്റെ അടക്കമുള്ള പേപ്പർ ഫുൾ ക്ലിയർ ആക്കിയിട്ടേ തരുള്ളൂ. പറയാം, അവിടെ ക്ഷേമതി കാര്യങ്ങൾ ഇത്ര ഉണ്ട്. ചിലപ്പോൾ കസ്റ്റമർ ചിലപ്പോൾ പേര് അവർ ചെയ്യും. നമ്മൾ കൊടുക്കുമ്പോൾ പേപ്പർ ഫിറ്റ് അവിടെ കൊടുക്കുന്നത് കാര്യങ്ങൾ കഴിക്കും. ഓക്കെ, നോക്കാം എന്തായാലും. ഇനിയിപ്പോൾ എത്രയാണ് 2018? ഇതിപ്പോൾ നമ്മൾ ചോദിച്ചവരാന്ന് പറഞ്ഞാൽ ആകെ 1.90 ചോദിച്ചിട്ടുള്ളൂ. 1,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകും. ഫുൾ ലോൺ തരും? ഫുൾ ലോൺ കിട്ടും. ഓക്കെ, സർട്ടിഫൈഡ് അല്ല, ഇൻസ്പെക്ടഡ് വെഹിക്കിൾ അല്ലേ? നമുക്ക് 2019 മോഡലിലേക്കാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 18 മോഡലാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, മറന്നുകൊണ്ട് ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വാഹനങ്ങൾ നിങ്ങൾക്ക് എരിവും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, പുതിയ വാഹനങ്ങൾ കാണിക്കാൻ വേണ്ടി അല്ലേ? നമുക്ക് ഉടനെ വരാം വീണ്ടും അടുത്തൊരു വീഡിയോയുമായി. താങ്ക് യു സുഷി, എല്ലാവർക്കും നന്ദി. ബൈ.